നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ കറികൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് കറിവേപ്പില അല്ലേ. നമ്മൾ കറിവേപ്പില വീട്ടുവളപ്പിൽ ഒരു ചുവടെങ്കിലും നട്ടുപിടിപ്പിക്കാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ കടലിൽ നിന്നാണെങ്കിലും വാങ്ങും. ഇപ്പോൾ ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പച്ചക്കറിയോടൊപ്പം കറിവേപ്പിലയും വാങ്ങി വരും. അപ്പോൾ എല്ലാ കറികൾക്കും കറിവേപ്പില ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേടുകൂടാതെ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് നമ്മുടെ വീഡിയോയിൽ പറയണത്. അപ്പോൾ കറിവേപ്പിലയിൽ വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം കളഞ്ഞ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഇലകളായിട്ട് ഊർത്തിയെടുക്കണം, ഇത് ഓരോ ഇലകളായിട്ട്. പിന്നെ നമ്മൾ ഇത്രയും തളിരില എടുക്കാൻ പാടില്ല, അതൊക്കെ മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ കറുത്ത കളറുള്ള ഇലകളൊക്കെ വരുന്നില്ലേ, അങ്ങനെയുള്ള ഇലകളെല്ലാം മാറ്റണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഊർത്തിയെടുത്തിരിക്കുന്ന കറിവേപ്പില ചെറിയൊരു കണ്ടെയ്നറിലേക്ക് സൂക്ഷിക്കാവേ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കറിവേപ്പില സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലായാലും പുറത്തായാലും നമുക്ക് അധിക കാലം ഇരിക്കും, നമ്മുടെ ആവശ്യത്തിന് എപ്പോൾ വേണേലും എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നന്നായിട്ട് അടുപ്പിട്ട് നന്നായിട്ട് മുറിച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാം. ഇനി വെളിയിൽ ഉപയോഗിക്കാനുള്ള കറിവേപ്പിലയാണെങ്കിൽ ഒരല്പം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച ശേഷം ഒരു 2 ദിവസത്തിന് ശേഷം നമുക്കൊരു ഇതുപോലൊരു കണ്ടെയ്നറിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെളിയിലാണെങ്കിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓണക്കാലമൊക്കെയാണ്, കറിവേപ്പിലയൊക്കെ ധാരാളം വേണ്ടി വരും. അപ്പോൾ കറിവേപ്പിലയൊക്കെ കൂടുതൽ കിട്ടുന്നവർ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഓണക്കാലത്ത് പൂവിൻ്റെ ആവശ്യം അല്ലേ. അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ധാരാളം പൂ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങുന്നതാണേലും നമ്മുടെ വീട്ടുമുറ്റത്തുനിന്നുള്ളതാണേലും നമുക്കത് കേടുകൂടാതെ വയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബന്ദിപ്പൂവൊക്കെ ആണെങ്കിൽ ഇപ്പം മഴയാണ്, മഴയത്ത് പെട്ടെന്ന് വെള്ളം വീണാൽ ചീഞ്ഞു പോകും, പൂവ് അഴുകിപ്പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇട്ട ശേഷം നമുക്ക് ഈ പൂവെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ലെയർ നമ്മൾ ഈ പൂ ഇങ്ങനെ അടുക്കി വെക്കണം. ഒരു ലെയർ അടുക്കിയ ശേഷം നമുക്ക് ഇതുപോലൊരു പേപ്പർ ഇടാം, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇടാം. പിന്നെ നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ലെയറായിട്ട് അടുക്കി വെക്കാം. ഇനി എന്തോരുണ്ടെങ്കിലും പല കണ്ടെയ്നറിലാക്കി അല്ലെങ്കിൽ ഈ വലിയ കണ്ടെയ്നറാണെങ്കിൽ അങ്ങനെ നമുക്കിതുപോലെ ഓരോ ലെയറായിട്ട് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അടുക്കി വയ്ക്കാം. എയർ ടൈറ്റുള്ള ടിന്നായിരിക്കണം. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വേണമെങ്കിലും ഈ പൂവ് കേടുകൂടാതെ ഇരുന്നോളും. അപ്പം നമുക്ക് ഇപ്പം പെട്ടെന്ന് പൂക്കൾ പോകുന്നുണ്ട്. വാങ്ങുന്നതായാലും നമ്മൾ മുറ്റത്തുനിന്ന് പറിച്ചെടുക്കുന്നതായാലും ഇതുപോലെ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണം ആകുമ്പോഴത്തേക്കും അത്തപ്പൂക്കൾ ഇടാനായിട്ട് ധാരാളം പൂ കിട്ടും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.